അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മളൊരു വീട് കാണിക്കുകയാണ്. ആ വീട് ഒരു പ്രത്യേകതയുള്ള വീടാണ്. ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വീട്ടിന്റെ പേര് ബൈത്തുൽ ഖുർആൻ എന്നാണ്. പ്രത്യേകിച്ച് ഖുർആനിന്റെ വീടെന്ന് ആ പേര് തന്നെ ഒരു അപൂർവതയാണ്. ആ അപൂർവതയുടെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, പ്രത്യേകത എന്തൊക്കെയാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ്. ആ വീടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ആ ബൈത്തുൽ ഖുർആനിലേക്ക് കടക്കുകയാണ്. ആ ബൈത്തുൽ ഖുർആൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് അതിന്റെ കവാടം. അപ്പൊ ആ കവാടം നമ്മൾ കടക്കുകയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതാണ് ബൈത്തുൽ ഖുർആനിന്റെ ആ വീടിന്റെ പ്രത്യേകത. പരിശുദ്ധ ഖുർആൻ പഠനത്തിന് വേണ്ടി മാത്രം തജ്വീദിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു ഭവനമാണ്. ഇവിടെ ഇതിന്റെ വിശദമായ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വിടും. കാരണം ഇവിടെ നിങ്ങൾക്ക് കാണാം ദേശീയ അന്തർദേശീയ അവാർഡുകൾ, അതായത് ഈ പുരസ്കാരങ്ങളാണ് കാണിക്കുന്നത്. കാരണം അങ്ങനെയുള്ളൊരു അപൂർവമായ ഒരു സംഭവമാണിത്. കേരളത്തിലെങ്ങും നമുക്ക് ഇതേപോലെ കണ്ടെത്താൻ സാധ്യതയില്ല. അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഖുർആന്റെ പാരായണവുമായി ബന്ധപ്പെട്ടത് ഇതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഈ കാണുന്നത് മുഴുവനും. അതിന് കിട്ടിയിട്ടുള്ള അവാർഡുകളും അംഗീകാരങ്ങളുമാണിത്. അപ്പൊ അൽഹംദുലില്ലാഹ് അങ്ങനെ വളരെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റുകളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട്. അൽഹംദുലില്ലാഹ് വളരെ എത്രയോ പ്രധാനപ്പെട്ട വ്യക്തികളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്ന് നേടിയ അവാർഡുകളാണ് ഇതെല്ലാം. അതേപോലെ ഖുർആനിന്റെ വ്യത്യസ്തമായ പ്രതികൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഖുർആനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ വീടിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. ഇതിന്റെ വിശദീകരണവും നേരിട്ടുള്ള ഇന്റർവ്യൂ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പ്രതീക്ഷിക്കാം. നമുക്ക് പരിശുദ്ധ ഖുർആന്റെ ഒരുപാട് കാര്യങ്ങൾ, രഹസ്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. പ്രത്യേകിച്ച് പാരായണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ പ്രസ്ഥാനത്തിന്റെ നായകനായ ഉസ്താദിനെ, അതായത് കെ.വി. അബ്ദുറഹീം ഉസ്താദിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഉസ്താദെ, ഈ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇങ്ങനൊരു പേരും ഇങ്ങനൊരു സംരംഭവും, പ്രത്യേകിച്ച് ഖുർആൻ പാരായണത്തിന് വേണ്ടി മാത്രമുള്ള ഒരു വീടെന്നുള്ള കണ്ടപ്പോഴേ വളരെ അത്ഭുതം തോന്നുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ് അതിനെപ്പറ്റി ഒന്ന് ചെറിയതായിട്ടൊന്ന് വിവരിച്ചു തന്നാൽ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നമുക്ക് തുടർച്ചയായി ചെയ്യണം. ഉസ്താദ് ആമുഖമായിട്ടൊന്ന് പറഞ്ഞതാണല്ലോ പറയാം. ഇതെല്ലാം പിതാവിൻ്റെ പ്രോത്സാഹനവും നിർദ്ദേശവുമാണ്. പിതാവ് കുറേ ആളുകൾക്ക് സനത് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ തൊട്ട് പിന്നിലുള്ള പള്ളിയിൽ വെച്ചിട്ടാണ് ആ ക്ലാസ്സുകളൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ പിതാവിന് സ്വന്തമായ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, എനിക്കൊരു കോളേജ് സ്ഥാപിക്കണമെന്നും അതൊരു സനത് കോളേജ് ആവണമെന്നും അനേകം ആളുകൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ പിതാവ് ചെയ്തിട്ടുമുണ്ട്. അതിൻ്റെ ബാലൻസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിതാവിൻ്റെ വഫാത്തിൻ്റെ ശേഷം പിന്നെ ഇത് മുറിയാതെ ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അനേകം ആളുകളാണ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. പിതാവിൻ്റെ ആഗ്രഹമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇങ്ങനൊരു സംരംഭം എവിടെയും ഇല്ല. കാരണം ഏത് സ്ഥാപനം ഉണ്ടെങ്കിലും ആ സ്ഥാപനത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടാവും. ഇവിടെ ഈ ഒറ്റൊന്നേ ഉള്ളൂ, ഖുർആൻ മാത്രം, പരിശുദ്ധ ഖുർആൻ. അത് പഠിക്കുക, അത് പഠിപ്പിക്കുക. അപ്പം അത് സാധാരണക്കാർക്കും പഠിച്ചവർക്കും അല്ല, അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ആയിട്ടാണ് ഇവിടെ ഈ സ്ഥാപനത്തിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വ്യത്യസ്ത സമയത്താണ്, ആണുങ്ങൾക്ക് വേറെ സ്ത്രീകൾക്ക് വേറെ ആയിട്ടാണ്, 2 സെക്ഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് തുടർ വീഡിയോ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതായത് വിശദീകരിച്ച് ഉസ്താദ് അടുത്ത വീഡിയോയിൽ ഒന്ന് പറഞ്ഞതാണ്. കാരണം പ്രത്യേകിച്ച് കെ.വി. അബ്ദുറഹ്മാൻ ഉസ്താദ് എന്ന് പറയുന്ന ചീഫ് കാരിയാണ് സംസ്ഥയുടെ. അങ്ങനെ അന്തർദേശീയപരമായിട്ട് അറിയപ്പെടുന്ന, ലോകത്ത് വിദേശങ്ങളിൽ പോലും പോയി പഠനം നേടി വന്ന ഉസ്താദായിരുന്നു വാപ്പ. അപ്പൊ അങ്ങനെ വാപ്പയുടെ ആ ചിരകാല സ്വപ്നമാണ് ഇപ്പം അൽഹംദുലില്ലാഹ് അവിടെ പോകണിയുന്നത്.
മകൻ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു. മകൻ തന്നെ ദേശീയ അന്തർദേശീയ അവാർഡുകൾ നേടി മാഷാ അല്ലാഹ് ഈ ഏകദേശം ഈ നാട്ടിലുള്ളവർക്കൊക്കെ പ്രകാശം പരത്തുന്ന ഒരു സ്ഥാപനമായി ഇത് വളർന്നു വരുന്നു. അൽഹംദുലില്ലാഹ്. ഉസ്താദ്, ഞങ്ങൾക്ക് അടുത്ത വീഡിയോകളിൽ ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ട്. അല്ലാഹു തആല ഞങ്ങൾക്ക് അറിയിച്ചു തരാനുള്ള തൗഫീഖ് ഉസ്താദ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം.